ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല തൂവാല പോലെ സോഫ്റ്റായ യമനി റൊട്ടി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് പനീർ ബട്ടർ മസാലയുടെ കൂടെയും ഇറച്ചിക്കറിയുടെ കൂടെയും ഒക്കെ സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും. നമുക്ക് പൊറോട്ടയൊക്കെ കഴിക്കാൻ തോന്നുന്ന നേരത്ത് വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ലെയറുകളായിട്ടിത് കിട്ടും. നല്ല തൂവാല പോലെ സോഫ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ലൈക്ക് ബട്ടൺ കൂടെ ഇപ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. അതിന് നല്ലതുപോലെ അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് ഇതുപോലെ ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കാം. നമുക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം. നല്ലതുപോലെ ഒന്ന് അരച്ച് കുഴയ്ക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 3 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 3 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് ചോറ് അരച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ആ ചോറിൻ്റെ നമ്മൾ അരച്ചെടുത്തില്ലേ, ആ ചോറ് മാത്രം മതി ഇത് കുഴയ്ക്കാൻ. ഒരു തുള്ളി വെള്ളം പോലും വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ചേർത്ത് നല്ലതുപോലെ കൈ ഉപയോഗിച്ച് കുഴച്ച് നന്നായിട്ട് വയ്ക്കാം. നല്ല ഒരു സോഫ്റ്റ് മാവായിട്ടത് കിട്ടും. ഇനി അതിൻ്റെ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് അടച്ചു വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം എടുത്ത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുക്കാം. കുറച്ച് മൈദാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് കുഴച്ച് ചെറിയ ഉരുളകളായിട്ട് മുറിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഉരുട്ടി നമുക്ക് എല്ലാ ഉരുളകളും ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഉരുളകളെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ വേണം, പിന്നെ കുറച്ച് മൈദാപ്പൊടിയും കൂടെ വേണം. അത് ഞാനൊരു അരിപ്പിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിക്കോ. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുത്തതിന് ശേഷം അതിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പൊടിമാവ് വിതറി കൊടുക്കാം. ഇനി ആ ഓരോ മടക്ക് വരുന്ന ഭാഗത്തും വീണ്ടും ഓയിൽ തേച്ച് കൊടുക്കണം. വീണ്ടും അത് ഇതുപോലെ മടക്കി അതിന് മുകളിലായിട്ട് വീണ്ടും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല ലെയറുകളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ മുകളിലും കുറച്ച് മൈദാപ്പൊടി വിതറി കൊടുക്കാം. ഇനി ഇതുപോലെ മടക്കിയെടുക്കാം. ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ വേണം ഇത് എല്ലാം മടക്കിയെടുക്കാൻ. എല്ലാം ഇതുപോലെ
പരത്തി വെച്ചതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് നല്ല സ്ക്വയർ ഷേപ്പിൽ പരത്തി ചുട്ടെടുക്കാം. നല്ല കനം കുറച്ച് വേണം പരത്തിയെടുക്കാൻ. ഇതുപോലെ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം. ഇനി നല്ല ചൂടായ തവയിലേക്കിട്ട് തിരിച്ചു മറിച്ചു വിട്ട് നല്ലതുപോലെ ചുട്ടെടുക്കാം. ചുടുന്ന സമയത്തും രണ്ട് സൈഡിലും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് ചുട്ടെടുത്താൽ മതി. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മൾ നല്ലതായിട്ട് വേവിച്ചെടുക്കണം. പെട്ടെന്ന് ഇതുപോലെയൊക്കെ അങ്ങ് പൊള്ളി വരും. അതുകൊണ്ട് ആ സൈഡൊക്കെ ചിലപ്പോൾ ഇച്ചിരി കൂടെ സമയമെടുക്കും ഒന്ന് വെന്ത് വരാനായിട്ട്. അപ്പം നമ്മൾ അവിടെയൊക്കെ ഒന്ന് നമ്മൾ സ്പാറ്റില വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ അങ്ങ് ആയി കിട്ടും. കണ്ടോ? അപ്പോൾ നമ്മുടെ സോഫ്റ്റായ യമനി റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി എല്ലാ മാവും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.